ചെറിയ സംഭവങ്ങളിൽ തന്നെ തളർന്നു പോകുന്നവരാണ് ചിലപ്പോൾ ജീവിതം തന്നെ അങ്ങ് അവസാനിപ്പിച്ചാലോ എന്നൊക്കെ ചിന്തിക്കുന്നവരാണ് നമ്മളിൽ കൂടുതൽ പേരും. പക്ഷേ പരിമിതപ്പെട്ട സാഹചര്യങ്ങളിൽ നിന്ന് പൊരുതി ജീവിത വിജയം തേടുന്നവരെയും ശാരീരിക പരിമിതികളെ അതിജീവിച്ച് മുന്നേറുന്നവരെയും ഒക്കെ കാണുമ്പോഴാണ് നമ്മുടെയൊക്കെ പ്രശ്നങ്ങൾ എത്രയോ ചെറുതാണെന്ന് തോന്നുന്നത്. ഒരാളെ പരിചയപ്പെടുത്താം. നേഹ. സെർബൽ പാൾസി അസുഖബാധിതയാണ് നേഹ. പക്ഷേ നേഹ ഒരു വിസ്മയമാണ്. ചലനശേഷിയില്ലാതെ വീൽചെയറിൽ ഇരിക്കുമ്പോഴും നേഹയുടെ മനസ്സിൽ കവിതകളുടെ ഒഴുക്ക് നിലയ്ക്കുന്നേയില്ല. നേഹയുടെ വിശേഷങ്ങൾ അറിയാമിനി. സ്വപ്നങ്ങൾ കാണുക, സ്വപ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, ആ സ്വപ്നങ്ങൾ സഫലമാക്കുക എന്ന് പറഞ്ഞത് APJ അബ്ദുൽ കലാമാണ്. കണ്ട സ്വപ്നങ്ങൾ സഫലമാകുന്നതിൻ്റെ സന്തോഷത്തിലാണ് നേഹ. കഥകളും നോവലുകളുമാണ് ഏറെ വായിക്കുന്നതെങ്കിലും അപ്രതീക്ഷിതമായാണ് കവിതകളുമായി കൂട്ടാവുന്നത്. ആ കൂട്ട് ഇന്ന് 5ാമത്തെ പുസ്തകത്തിലെത്തിയിരിക്കുന്നു. അതിരറ്റ ആനന്ദത്തിൽ നിന്ന്, അല്ലെങ്കിൽ ആഴമുള്ള വേദനയിൽ നിന്ന്, അങ്ങനെയാണ് ഒരു കവിത ജനിക്കുന്നതെന്ന് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നേഹയ്ക്കും പലപ്പോഴും അനുഭവങ്ങളാണ് കവിതയുടെ പശ്ചാത്തലമായി ഒരുങ്ങുന്നത്. പുറത്തു വന്ന ആദ്യ ബുക്കിൻ്റെ പേരാണ് തുമ്പി. അത് കഴിഞ്ഞ് ഇറങ്ങിയതാണ് മഴത്തുള്ളികൾ, പിന്നെ ചായങ്ങൾ, മരുപ്പച്ച, ഇംഗ്ലീഷിലെത്തി നിൽക്കുന്നു. ഈ മഴത്തുള്ളികൾ എന്ന് പറയുന്നത് ഞാൻ 6ാം ക്ലാസ് 7ാം ക്ലാസ് ആ സമയത്ത് പുറത്തിറക്കിയതാണ്. നേഹയുടെ ഇൻഗുലിറ്റ്സിനൊപ്പം വേദിയിൽ മറ്റൊരു പുസ്തകവും കൂടി ഇന്ന് പ്രകാശനം ചെയ്തു, ജീവനില്ലാത്ത മീനുകൾ. ആ പുസ്തകത്തിന്റെ എഴുത്തുകാരി പ്രിയപ്പെട്ട അമ്മ തന്നെ, ജയ VS. വേദിയിലെ ഇരട്ടി മധുരം. പിറന്നു വീഴുന്നൊരു മണ്ണിൽ നഗ്നരായ, എങ്കിലും എന്നും സംവാദ വിഷയം നഗ്നത. കാമക്കണ്ണുകൾക്കെന്നും കൗതുകമീ നഗ്നത. വെറും പുറന്തോടായി അണിയുന്ന വസ്ത്രമാണെന്നറിഞ്ഞിട്ടും തിരയുന്നു വൃഥ. നഗ്നത എന്നാൽ ആത്മാവാണെന്നറിഞ്ഞാൽ പിന്നെ നഗ്നത എന്താ? അപ്പം എപ്പോഴെങ്കിലും തോന്നിയ ആശയമായിരിക്കും. ചിലപ്പോൾ അന്നുണ്ടായ എന്തെങ്കിലും ഒരു വിഷമോ സങ്കടമോ അങ്ങനെ എന്തെങ്കിലും സന്തോഷം എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അന്നേരം ഫോണിൽ തന്നെ ഇരുന്ന് ടൈപ്പ് ചെയ്ത് വെക്കും. എന്നിട്ട് ടൈപ്പ് ചെയ്ത് വെച്ചിട്ട് അത് ഫുള്ളായി എന്ന് തോന്നുകയാണ്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉടനെ തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ രാക്കിളി കുറേ കൂട്ടുകാരുണ്ട്. അവരെല്ലാം പാതിരാത്രി ഇരിക്കുന്ന കിളികളാണ്. അതിലേത് കിളിയെ അപ്പോൾ വിളിച്ചാൽ കിട്ടുമെന്ന് അവർക്ക് അറിയാം. അപ്പോൾ അതിലേതെങ്കിലും ഒരു കുട്ടീനെ കോൾ ചെയ്യും, എന്നിട്ടിത് അവർക്ക് അയച്ചു കൊടുക്കും. അന്നേരം അവർ നിന്ന് അതിൻ്റെ ഇങ്ങനെയാണോ അതിൻ്റെ നീ എന്താ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതാണ് മനസ്സിലായത്, അങ്ങനെ അവളെ ക്രിട്ടിസൈസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അതിനെ കറക്റ്റ് ചെയ്യണമെങ്കിൽ അവൾ അപ്പം തന്നെ കറക്റ്റ് ചെയ്ത് അതിനെ PDF ഫയലാക്കി എനിക്കോ അവളുടെ അച്ഛനോ ഇട്ടേക്കും. ഫോണിൽ വാട്സപ്പിൽ തന്നെ ഇട്ടേക്കും. തുറന്നിട്ട ജനലിലൂടെ കിട്ടുന്ന അറിവിന്റെ തിളക്കത്തിനൊപ്പം കൂട്ടുകൂടിയ വലിയ സ്വപ്നമുണ്ട് നേഹയുടെ മനസ്സിൽ. IAS. ബിരുദാനന്തര ബിരുദവും നെറ്റും കരസ്ഥമാക്കിയ 23-കാരിക്ക് അതും നേടാനാവും. കൂടെ നിൽക്കാൻ കുടുംബവും കൂട്ടുകാരും, അതിലുപരി കിനാക്കളുടെ വലിയ ലോകവും നേഹയ്ക്കുണ്ട്. ഞാനൊരു മെഴുകുതിരി, പ്രകാശം പടർത്തുന്ന മെഴുകുതിരി, ഇരുട്ടിനെ മറികടക്കുന്ന വെളിച്ചമാണു ഞാൻ. നേഹയുടെ കണ്ണിലെ കടൽ എന്ന കവിതയിലെ വരികളാണിത്. ഇരുട്ട് കലർന്ന പല ജീവിതങ്ങളിലും നേഹ പ്രകാശമായേക്കാം, ആത്മവിശ്വാസം പകർന്നേക്കാം. മീര മനോഹരൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.